നിങ്ങളുടെ ബുദ്ധിയും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തിയും മറ്റൊന്നും കൂടാതെ ഭൂമിയിലെ ഏറ്റവും വന്യവും അപകടകരവുമായ സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് സങ്കൽപ്പിക്കൂ. നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ? ഇനി മരുഭൂമിയെ അതിജീവിക്കാനുള്ള താക്കോൽ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള താക്കോൽ തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? നമ്മിൽ മിക്കവർക്കും കണക്കാക്കാവുന്നതിലും കൂടുതൽ തവണ മരണത്തെ വെല്ലുവിളിച്ച ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ, ബിയർ ഗ്രിൽസിന്റെ മാനസികാവസ്ഥ. കാര്യങ്ങൾ എത്ര കഠിനമായാലും മുന്നോട്ടു പോകാൻ അവനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നതിന് അദ്ദേഹത്തിന്റെ തകർക്കാനാവാത്ത മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനാകും? എന്നോടൊപ്പം നിൽക്കൂ, കാരണം ഇത് അതിജീവനത്തെക്കാൾ കൂടുതലാണിത്. എന്തിനേയും കീഴടക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാനസിക കാഠിന്യം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ചാണ്. ഇത് അതിജീവനത്തിന്റെ മാത്രം കഥയല്ല, ഇത് നിങ്ങളുടെ ഭയത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നതിന്റെയും ഒരിക്കലും ഉപേക്ഷിക്കാത്തതിന്റെയും ഒരു കഥയാണ്. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അതേ അചഞ്ചലമായ മാനസികാവസ്ഥ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നിങ്ങൾ കണ്ടെത്തും. കാരണം ബെയർ ഗ്രിൽസിന്റെ അതിജീവന ചിന്താഗതി നിങ്ങൾ ലോകത്തെയും നിങ്ങളെയും കാണുന്ന രീതി മാറ്റാൻ പോകുകയാണ്. ആദ്യം നമുക്ക് ഭയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മളിൽ മിക്കവർക്കും ഭയം നമ്മൾ ഒഴിവാക്കുന്ന ഒന്നാണ്. എന്നാൽ ബെയർ ഗ്രിൽസിന് ഭയം ഒരു ഉപകരണമാണ്. ഭയം നമ്മുടെ ഇന്ദ്രിയങ്ങളെ മൂർച്ച കൂട്ടുന്നുവെന്നും അത് നമ്മെ ജാഗരൂകരാക്കുന്നുവെന്നും ശരിയായി ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് നീങ്ങാനുള്ള ധൈര്യത്തിന് ഊർജം പകരുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. വളർച്ചയിലേക്ക് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന വീണ്ടും സൂചനകൾ. വെല്ലുവിളി: നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ആഴ്ച അതിനെ നേരിടാൻ ഒരു ചുവടുവയ്ക്കും. ഓർക്കുക, വളർച്ച ആരംഭിക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ അരികിൽ നിന്നാണ്. അടുത്തതായി നമുക്ക് സ്ഥിരോത്സാഹത്തിന്റെ ശക്തിയിലേക്ക് ഓടിയിടാം. നിലനിൽപ്പിനും വിജയത്തിനും സ്ഥിരതയാണ് പ്രധാനം എന്ന ആശയത്തിന്റെ തെളിവാണ് ബെയർ ഗ്രിൽസിന്റെ ജീവിതം. പാരച്യൂട്ടിംഗ് അപകടത്തിൽ 3 കശേരുക്കൾ തകർന്നതിന് ശേഷം മിക്ക ആളുകളും അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുമായിരുന്നു. എന്നാൽ 18 മാസങ്ങൾക്ക് ശേഷം ഗ്രിൽസ് എവറസ്റ്റിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഒരിക്കലും ഉപേക്ഷിക്കുക എന്നത് ഒരു ഓപ്ഷനല്ല, ഇത് ചെറിയ ചുവടുകൾ, ദൈനംദിന പ്രതിസന്ധികൾ, നിങ്ങൾക്കെതിരെ പ്രതിബന്ധങ്ങൾ അടുക്കുമ്പോൾ പോലും ഉപേക്ഷിക്കാനുള്ള വിസമ്മതം, അതാണ് നിങ്ങളെ കടന്നുപോകുന്നത്. ജീവിതം ദുഷ്കരമാകുമ്പോൾ ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ ഗ്രിൽസിന്റെ കഥ ഓർക്കുക. അവസാനമായി നമുക്ക് പോസിറ്റിവിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. കാട്ടിൽ നിഷേധാത്മകത മാരകമായേക്കാം. പോസിറ്റീവ് മാനസികാവസ്ഥ ശോഭയുള്ള വശം കാണുന്നതിന് മാത്രമല്ലത് അതിജീവനത്തെക്കുറിച്ചാണെന്ന് ഗ്രിൽസ് പഠിപ്പിക്കുന്നു. പോസിറ്റീവ് മനോഭാവം നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളെ ചലിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ചിന്താഗതി നിലനിർത്തുന്നത് വളരെ നിർണായകമാണ്. തിരിച്ചടികളിലൂടെ കടന്നുപോകാനും പരിഹാരങ്ങൾ കണ്ടെത്താനും പ്രചോദിതരായി തുടരാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഗ്രിൽസിന്റെ മാനസികാവസ്ഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കാര്യങ്ങൾ എത്ര കഠിനമായാലും തിരഞ്ഞെടുക്കാനുള്ള ശക്തി നമുക്കുണ്ട്. അപ്പോൾ ബെയർ ഗ്രിൽസിന്റെ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക? നിങ്ങളുടെ ഭയങ്ങളെ ഉൾക്കൊള്ളുക, അവർ നിങ്ങളെ നയിക്കാൻ അവിടെയുണ്ട്. വേദനയിൽ സഹിച്ചു നിൽക്കുക, വിജയം ഓരോന്നായി നിർമ്മിക്കപ്പെടും. ഒപ്പം പോസിറ്റീവായിരിക്കുക, നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളുടെ ഏറ്റവും ശക്തമായത്. ജീവിതം കാട്ടുമൃഗങ്ങളെപ്പോലെ പ്രവചനാതീതവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് ഗ്രിൽസ് നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ശരിയായ മാനസികാവസ്ഥയോടെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാണെന്ന് തോന്നിയാൽ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. തകർക്കാനാകാത്ത മാനസികാവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള കൂടുതൽ ഉള്ളടക്കത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ഓർക്കുക, ജീവിതം ഒരു സാഹസികതയാണ്. ബിയർ ഗ്രിൽസിനെ പോലെ ധൈര്യത്തോടെയും പോസിറ്റീവ് മാനസികാവസ്ഥയോടെയും ഇത് സ്വീകരിക്കുക.